കനത്ത മഴ കണക്കിലെടുത്ത് വയനാട്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂം, ദുരിതാശ്വാസ കേന്ദ്രങ്ങളും തുറക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. അശ്വിൻ ഡിയോഗയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, ഇനിയുള്ള ദിവസങ്ങളിലും മഴ ശക്തമായി തുടരും എന്നുള്ള മുന്നറിയിപ്പുകളാണ് വരുന്നത്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിലും മലയോര മേഖലയിലുമൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ. ആര്യ, വടക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയൊരു ന്യൂനമർദ്ദം ജൂലൈ 19 രൂപപ്പെടും എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, നിലവിൽ തെക്കൻ ഛത്തീസ്ഗഡിനും വിദർഭയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്കൻ കേരള തീരത്ത് ഈ തെക്കൻ ഗുജറാത്ത് തീരത്ത് വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കേരള തീരത്തും ശക്തിയേറിയ വടക്കു പടിഞ്ഞാറൻ കാറ്റ് സ്ഥിതി ചെയ്യുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇതിന്റെ ഒരു സ്വാധീനത്താൽ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മധ്യ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കും വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്നും നാളെയും മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഓറഞ്ച് അലേർട്ടും തുടരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. ഈ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ്. മാത്രമല്ല, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ രൂക്ഷമായ കടലാക്രമണത്തിനും തിരയേറ്റത്തിനും വേലിയേറ്റത്തിനും സാധ്യതയുണ്ട്. മാത്രമല്ല, കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് രൂക്ഷമായ ഈ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ അവധി. കനത്ത മഴയെ തുടർന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അശ്വിൻ ഡിയോഗമാണ് വിശദാംശങ്ങൾ നൽകിയത്.